ഗുഡ് മോർണിംഗ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എന്താ ഈശ്വര എൻ്റെ പ്രാർത്ഥനയൊന്നും നീ കേൾക്കാത്തതെന്ന്. അങ്ങനെ നമുക്ക് ഈ ലോകത്ത് ഒന്നും നോക്കാതെ തെറി പറയാവുന്ന ഒരേ ഒരു വ്യക്തി ഈശ്വരനായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ഇങ്ങേര് വരെ മുഖത്ത് കൈവച്ചു പോവും. ഇവള് തന്നെ പോയിട്ട് തന്നെയാണോ പറയുന്നത്? ആയിരിക്കില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ അദ്ദേഹത്തിന് ഉണ്ടാവും. എന്നാലും നമ്മുടെ അമ്മയും നമ്മുടെ ദൈവവും ഒരിക്കലും നമ്മളെ കൈ ഒഴിയാറില്ല. അമ്മനെയും നമ്മൾ ചീത്ത വിളിക്കാറുണ്ട്, കുറ്റം പറയാറുണ്ട്. അമ്മേ ഇന്നത്തെ കറി രസമില്ല കേട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാലും നാളെ നമുക്ക് കറി വെച്ച് തരും. അതാണ് അമ്മ. അതേപോലെ തന്നെയാണ് ഈശ്വരനും. നമ്മൾ എത്രമേൽ അങ്ങോട്ടും പറഞ്ഞാലും ഈശ്വരൻ അത് കേട്ടില്ല എന്ന് നടിക്കുന്നത് പോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഓസ്കാർ അവാർഡ് കിട്ടിയ ആളാണ്. ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം, ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റിപ്പോൾ യൂട്യൂബ് നോക്കിയ സമയത്താണ് ആശാനെ യൂട്യൂബ് മുതലാളി ചതിച്ചു എന്ന്. 2 ദിവസം മുമ്പ് വരെ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നല്ല തടിയില്ലേ, നല്ല ആരോഗ്യമല്ലേ, തൊഴിലുറപ്പിന് പോയിക്കോടേന്ന്. ഇപ്പം തിരിച്ച് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നു, തൊഴിലുറപ്പിന് പോയിക്കോടെ ഇനി എന്തല്ലേ. യൂട്യൂബ് മുതലാളി ചതിച്ചു ഗൈസ്. ഇനി മറ്റൊരുത്തൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അമ്മാനെ മാടാൻ പറ്റത്തില്ല. മറ്റെന്ത് സുഖമായിരുന്നു. ജസ്ന സലീം പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചിട്ട് ഈ സ്ക്രീനിൽ നമ്മളിങ്ങനെ പറയുന്ന കാര്യം വെക്കും. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഇടാറുള്ളായിരുന്നു. ഒരു 20 മിനിറ്റാണ് നമ്മൾ പറയുന്നതെങ്കിൽ 5 മിനിറ്റ് കാര്യം അവർക്ക് പറയാനുണ്ടാവുള്ളൂ. 20 മിനിറ്റ് നമ്മളുടേത് ആ സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞങ്ങ് പോകും. ഇപ്പം എന്താ വെച്ചാൽ അതിനൊന്നും യൂട്യൂബ് മുതലാളി പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. കഷ്ടമായിപ്പോയി രമണ, കഷ്ടമായിപ്പോയി. ഞാൻ ആരുടേതൊന്നും കടമെടുക്കാറില്ല. പക്ഷേ ഇതിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഞാൻ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ എഴുതാറില്ലേ, നീറ്റപാടൊക്കെ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു ഗൈസ്. വീഡിയോ അപ്ലോഡിംഗിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ്. മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി അടിച്ചാൽ ഇനി യൂട്യൂബിൽ നിന്ന് പണം കിട്ടില്ല. എന്താണ് മോണിറ്റൈസേഷൻ പോളിസിയിൽ യൂട്യൂബ് വരുത്തിയ മാറ്റങ്ങൾ? ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്പ്ലെയിനർ. നിങ്ങളൊരു യൂട്യൂബർ ആണോ? എങ്കിൽ ഇനി ഒറിജിനൽ ആവണം, അല്ലെങ്കിൽ പണി പാളും. അടിക്കടി മാറ്റങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന യൂട്യൂബിന്റെ പുതിയ പോളിസി ഇതാണ്: വീഡിയോയും ഓഡിയോയും ഒന്നും സ്വന്തമല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നടക്കില്ല. അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് ഗുഡ് ബൈ പറയേണ്ടി വരും. പുത്തൻ നയം കണക്കിലെടുത്തില്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പെട്ടുപോകും. കണ്ടന്റിന്റെ ആവർത്തനം നടക്കില്ല, കോപ്പിയടിയും നടക്കില്ല. ജൂലൈ 15 മുതൽ പുതിയ നയം പ്രാബല്യത്തിലെത്തും. പരിഷ്കാരങ്ങൾ ഇനിയുമുണ്ട്. മോണിറ്റൈസേഷൻ നടക്കണമെങ്കിൽ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. തൊട്ടു മുൻപുള്ള വർഷം 4000 മണിക്കൂർ വ്യൂ ഉണ്ടായിരിക്കണം. ഷോർട്സുകൾ 10 മില്യൺ ആളുകളെങ്കിലും കണ്ടിരിക്കണം. മുൻപ് വെറും 500 വ്യൂവേഴ്സും 3000 മണിക്കൂർ വ്യൂസും മാത്രം മതിയായിരുന്നു പണം കിട്ടാൻ. യൂട്യൂബ് പറയുന്ന 2 പ്രധാന നിയമങ്ങൾ ഇങ്ങനെയാണ്: കടമെടുക്കുന്ന കണ്ടന്റുകളെ വ്യക്തമായ മാറ്റങ്ങളോടെ പരിഷ്കരിക്കണം, തന്റേതാക്കി മാറ്റണം. വ്യൂസിനായി മാത്രം കണ്ടന്റുകൾ കോപ്പി അടിക്കരുത്. പിന്നിൽ കൃത്യമായ ഉദ്ദേശം വേണം. ഏയുടെ കാലമാണല്ലോ ഇത്. കണ്ടന്റുകളെ പുതിയ പരിഷ്കാരങ്ങൾ ബാധിക്കുമോ എന്ന് പക്ഷെ യൂട്യൂബ് പറയുന്നില്ല. ഭാവിയിൽ പിടി വീണേക്കാമെന്നാണ് സൂചന. മെറ്റയും മാറ്റത്തിനൊരുങ്ങുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി നിങ്ങളുടേതായ കണ്ടന്റ്, മറ്റേ രാവിലെ തുടങ്ങും റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പൊരിച്ചായിട്ടെടുക്കുക ചെയ്യാം. എന്നിട്ടോ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു വിഷയമായിരിക്കില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെയും അതെടുത്തിടും. ഒരാൾക്കൊരു ഉദാഹരണം കൊടുത്താൽ പൊന്നെ, അതുവരെ ഹൈന്ദവരുടെ ദൈവത്തിന് ഫുട്പാത്തിലെ ഷഡ്ഡി എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് ഇതിനെക്കാട്ടും വലിയ തെളിവ് എനിക്ക് കൊടുക്കാനില്ലല്ലോ കോർട്ടിൽ. അതവിടെ കൊടുക്കട്ടെ. എനിക്ക് നല്ല സന്തോഷമായിരുന്നു ആ തംബ്ലൈന് കണ്ടിട്ട്. കാരണം ഞാനൊരു നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടേ. ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്. സ്ത്രീക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തതാ. സ്ത്രീ പറയുന്ന ജോക്കിയുടെ ഷഡ്ഡി, ഞാൻ വരയ്ക്കുന്ന കൃഷ്ണനും ഫുട്പാത്ത് കിടക്കുന്ന ഷഡ്ഡി ഹൈന്ദവർ വരയ്ക്കുന്ന ദൈവങ്ങളൊന്നും. ഇതല്ലേ എത്ര പെട്ടെന്നാണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അമ്മച്ചി ഉള്ളിലാവും എന്നുള്ളത് ഏതാണ്ട് അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി.
നാക്ക് കരിനാക്കാ, പേടിക്കണ്ട. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നാപ്പോൾ ഒരു സമാധാനമായത്. ഇനി ഇവന്മാരൊക്കെ ഇവിടെ പോയി കിടക്കും, എങ്ങനെ ഉണ്ടാക്കും? കുക്കിംഗ് വ്ലോഗ് എത്രയെന്ന് വെച്ചിട്ട് ചെയ്യൂ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ എഴുന്നേറ്റ് വീഡിയോ ചെയ്യുന്നത്, ഞാൻ ചായ കുടിക്കുന്നത്, ഞാൻ ചോറ് തിന്നുന്നതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. അവരിപ്പം എന്താ ചെയ്യാന്ന് തമ്പുരാനറിയാം. ഏതായാലും കുട്ടിമാമ പെട്ടുമാമ എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വേറെ തൊഴിൽ നോക്കാം, തൊഴിലുറപ്പിന് പോകാം. എനിക്ക് ഏതായാലും ഒരു തൊഴിലുണ്ട്, അതുകൊണ്ട് എനിക്ക് വേറൊരു തൊഴിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.